LDFും UDFും ഒന്നിച്ചപ്പോൾ PC ജോർജിന്റെ ജനപക്ഷത്തിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി. പൂഞ്ഞാറിലെ തെക്കേക്കര പഞ്ചായത്തിലാണ് PC ജോർജിന്റെ ജനപക്ഷത്തിനെതിരെ LDFും UDFും ഒന്നിച്ചത്. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസും കേരള കോൺഗ്രസ് അംഗങ്ങളും പിന്തുണച്ചതോടെ വിജയിക്കുകയും PC ജോർജിന്റെ ജനപക്ഷത്തിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുകയുമായിരുന്നു. 14 അംഗ തെക്കേക്കര പഞ്ചായത്ത് ഭരണസമിതിയിൽ LDF 5, കോൺഗ്രസ് 2, കേരള കോൺഗ്രസ് 2, ജനപക്ഷം 6 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. നേരത്തെ CPM ജനപക്ഷം ധാരണയിലായിരുന്നു പഞ്ചായത്ത് ഭരണം നടന്നിരുന്നത്. എന്നാൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടതോടെ CPM ബന്ധം ജനപക്ഷം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. UDF കൂടി പിന്തുണച്ചതോടെ 6-നെതിരെ 8 അംഗങ്ങളുടെ പിന്തുണയിൽ അവിശ്വാസ പ്രമേയം പാസായി. വർഗീയ ശക്തികൾ അധികാരത്തിലെത്തുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതെന്നാണ് UDF നിലപാട്. നേരത്തെ ജനപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം BJP പിന്തുണച്ചതോടെ പൂഞ്ഞാർ പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് B രമേശിനെതിരെ ജനപക്ഷവും BJPയും ചേർന്ന് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസും പിന്തുണയ്ക്കുകയായിരുന്നു. 13 അംഗ പഞ്ചായത്ത് സമിതിയിൽ 8 അംഗങ്ങളായിരുന്നു പ്രമേയത്തെ പിന്തുണച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.